അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ പോകുന്ന വഴി ഇടയ്ക്കൊന്ന് ചായ കുടിക്കാൻ നിർത്തിയതാണ് കേട്ടോ. ഇത് എയർപോർട്ടിന് കുറച്ച് മുമ്പുള്ള ഭാഗമാണ്. ശരിക്കും സ്ഥലപ്പേരും സ്ഥലമൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഈ സംഭവം നല്ല രസമുള്ളൊരു കട, അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇരിക്കാനായിട്ട് നല്ല സെറ്റപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനവിടെ പോയി ഒരു മൂലയ്ക്ക് ഇരുന്നു കേട്ടോ. എനിക്ക് തീരെ പറ്റണില്ലായിരുന്നു. അപ്പോൾ ഇവർ കഴിക്കാനൊക്കെ ഏതാണ്ടൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനൊന്നും മേടിച്ചില്ല, ഞാൻ ഗ്ലാസ് ചായ മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ബേബി കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ എഗ്ഗ് ഷവർമ്മയാണെന്ന് തോന്നുന്നു, പോക്കറ്റ് ഷവർമ്മ പോലത്തെ ഒരു സാധനം. പിന്നെ ചിക്കൻ ഷവർമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ച് നോക്കി, പക്ഷെ എനിക്കതൊന്നും ഇഷ്ടമൊന്നുമായില്ല. പക്ഷെ അതിൽ ആ ഒരു മുട്ട ഞാൻ തിന്നു കേട്ടോ. മുട്ട നമ്മുടെ ഒരു വീക്ക്നെസ്സാണ്. അപ്പം അത് ഞാൻ കഴിച്ചു കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ സ്ഥലം, നല്ല രസമുണ്ടായിരുന്നു. നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ചായ കുടിക്കാം, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ വാഷ് ബേസ്, കൈ കഴുകാനുള്ള ഭാവമൊക്കെ അവർ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ദോണ്ടേ ആ മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ മേടിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് കാണാനൊക്കെ നല്ല ഷോ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായില്ല, പിള്ളേർക്കൊക്കെ ഇഷ്ടമായി. അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ചായയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ചായ. അങ്ങനെ ഞാൻ ചായ മാത്രം കുടിച്ചോളൂ കേട്ടോ. തല പൊക്കാൻ പറ്റണില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവർ വേറെ എന്താണ്ടൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. അതിന് നമ്മൾ പറയണത് മുട്ടപ്പാരട എന്നാണ്. ഇവിടെ അതിന് ഏലാച്ചി എന്നങ്ങാണ്ടൊക്കെ പറയും. മുട്ടപ്പാരട ഈ മൈദയും തേങ്ങയും കൊണ്ടൊക്കെ ഉണ്ടാക്കണ ഒരു സംഭവം. ഇത് വന്നിട്ട് ഒരു ചിക്കൻ സമൂസയാണ്, ഒരു റെഡ് കളറിൽ. ഇതൊന്നും ഞാൻ ടേസ്റ്റ് നോക്കിയില്ല കേട്ടോ, എനിക്ക് കഴിക്കാനേ തോന്നിയില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ സാധനം ഇതാണ് മുട്ടപ്പാരട. ഇത് ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പം അതിൽ ഏലക്കായുടെ ഒരു ഫ്ലേവർ ഉണ്ട് ഇതിൽ. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഏലക്കായൊന്നും ഇടില്ല, അതുകൊണ്ട് എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമായില്ല. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാഫി കൈയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ അവിടെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൈ കഴുകാൻ പോയതാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ വന്നവർ ഇവിടെ പാസ് ചെയ്ത് പോയിട്ടാ. അവർ വേറെ കടയിൽ പോയി കയറി, അവരെ കാണാൻ പറ്റിയില്ല. ഇനി അവരുടെ അടുത്തോടെ പോയി ഒരു ചായയും കൂടി കുടിക്കണം.